ഇസ്രായേൽ ജന സന്തോഷത്തോടെ ഇറങ്ങി. The people of Israel came out with joy. 400 വർഷത്തെ അടിമത്വം മാറി. Because the 400 years of slavery was lifted off. ഭയങ്കര സന്തോഷം ഉണ്ടായി. They had great joy. പക്ഷേ അത് നിലനിൽക്കാൻ സമ്മതിക്കുന്നില്ല. അവരുടെ മുമ്പിൽ ഒരു ചെങ്കടൽ വന്നിരിക്കുന്നു. But there was a water that is standing in front that is not making the joy to last. 40 വർഷത്തെ മരുഭൂമി യാത്ര തീർന്നു. After their 40 years of wilderness journey ended, വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ പോകുകയാണ്. as they are just about to enter into the promise, ഭയങ്കര സന്തോഷത്തോടെ വരിക. they came with great joy. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ വന്നു. There stands, behold, the overflowing Jordan. ദൈവം പുതിയ ബിഗിനിംഗ് ഇടുമ്പോൾ, when the Lord places a new beginning, ആദ്യം നിനക്ക് എഗനിസ്റ്റ് ആയി നിൽക്കുന്ന, first whatever is standing against you, അത് സന്തോഷത്തെ ഇല്ലാതാക്കുന്നു, draining away your joy, നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിനെ, the darkness that brings fear, നിന്റെ അനുഗ്രഹങ്ങളെ മുക്കിക്കളയുന്ന ശത്രുവിന്റെ വെള്ളങ്ങളെ, every water trying to drown out your blessings, ദൈവം ആദ്യം നീക്കാം. the Lord first removes it. ഇങ്ങനത്തെ സാഹചര്യത്തിൽ പോകുന്നവരെ കേൾക്കുന്നുണ്ട്. If you are listening to me, if you are going through this situation, ഒരു കാര്യവും പൂർണ്ണമായി സന്തോഷത്തിൽ വരാതെ വണ്ണം ദൈവപ്രവൃത്തിക്ക് പുറകെ വേദനിപ്പിക്കുന്ന പ്രശ്നവുമായി വരുന്ന, after experiencing the work of God, another problem brought by the enemy, പിശാചിന്റെ മേഖലകളെ, every works of the enemy, കിഴക്കൻ കാറ്റടിച്ച്, after blowing the eastern wind, ചെങ്കടൽ രണ്ടായി മാറിയതുപോലെ, how the Red Sea was split, നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല വെള്ളങ്ങളെ, every water that is standing against you, വറ്റിച്ചു ഡ്രൈ ലാൻഡ് ആക്കി കളയും. He will dry it and make it a dry land. നിനക്ക് വിരോധമായി കരകവിഞ്ഞൊഴുകുന്ന സകല യോർദാനെ, every overflowing and flooding Jordans, വറ്റിച്ചു ഡ്രൈ ലാൻഡ് ആക്കി എടുത്ത, He will dry it up and make it a dry land. ദൈവത്തിന്റെ കരം, the hand of the Lord, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. today let it happen in your life. ദൈവം പുതിയ ആരംഭത്തെ ഇട്ടപ്പോൾ, God placed a new beginning. അത് ഇരുട്ടിനെ നീക്കി He കളഞ്ഞു. removed darkness. രണ്ട് വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്തു. Second, He separated the water. എന്നിട്ട് സൃഷ്ടിക്കപ്പെടുന്നതിനെല്ലാത്തിനും everything created, അനുഗ്രഹമായി തീരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. atmosphere was created to let it be a blessing. എന്നിട്ട് പറഞ്ഞു, And then He said, ഉണ്ടാകട്ടെ. let it be created. ന്യൂ ബിഗിനിങ് ദൈവം ഇട്ടു. Lord placed a new beginning. ദൈവം ഇന്ന് പകൽ ചില ബിഗിനിങ്ങുകളെ, God is placing a new beginning. ദൈവം ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ, When the Lord says new beginning, പുതിയൊരു കാര്യത്തെ എടുത്ത് നിനക്ക് തരുമെന്നല്ല, God is giving a new thing in your hand. നിന്റെ കയ്യിൽ ഒരു കാര്യം തരുന്നതിന് മുമ്പേ, Before He gives something in your hand, നിന്റെ കയ്യിൽ തരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ, atmosphere that will protect what will be given in your hand, നിന്നെ ഏൽപ്പിക്കുന്നതിൽ ഫ്രൂട്ട്ഫുൾ ആയി തീരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, atmosphere where you become fruitful. അതുവരെയും നിന്നെ മുമ്പോട്ട് വിടാതിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളെയും, every work of the enemy that is not letting you go forward, പൂർണ്ണമായി നീങ്ങട്ടെ. completely be removed. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus.